നമസ്കാരം. ഇന്ത്യ സ്വന്തമായി ഹൈപ്പർലൂപ്പ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചു എന്ന വാർത്തയാണ് കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത്. ഹൈപ്പർലൂപ്പ് എന്നത് അതിവേഗത്തിൽ സഞ്ചാരം സാധ്യമാക്കുന്ന ഒരു ഗതാഗത സംവിധാനമാണ്. എലോൺ മസ്കിന്റെ ഒരു ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഗതാഗത സംവിധാനം വികസിപ്പിച്ചെടുത്തതെന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ പൂർണ്ണമായും അതങ്ങനെയല്ല. ഈ ഒരു ആശയം 18-ാം നൂറ്റാണ്ടിൽ തന്നെ ഉടലെടുത്തു എന്നതാണ് സത്യം. പിന്നീട് അങ്ങോട്ട് പല ശാസ്ത്രജ്ഞരും പല പരീക്ഷണങ്ങളും നടത്തിയാണ് ഇന്ന് ഈ കാണുന്ന ഘട്ടത്തിലെത്തിയത്. പിന്നെ ഹൈപ്പർലൂപ്പ് എന്ന പേര് സംഭാവന ചെയ്തത് എലോൺ മസ്ക് ആണ്. 2013 അദ്ദേഹം ഹൈപ്പർലൂപ്പ് ആൽഫ എന്ന പേരിൽ ഒരു പ്രബന്ധം അവതരിപ്പിച്ചതോടുകൂടിയാണ് ഈ ഒരു ഗതാഗത സംവിധാനത്തിന് ഇത്രയധികം പ്രചാരണം ലഭിച്ചത്. ഈ ഒരു സാങ്കേതിക വിദ്യയുടെ പ്രവർത്തനം പരമാവധി ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. ഇതിനാദ്യം വേണ്ടത് ഒരു ടണലിന്റെ മാതൃകയിൽ കുഴല് പണിയുക എന്നുള്ളതാണ്. ഇവിടെ ഈ കുഴല് അല്ലെങ്കിൽ ട്യൂബ് നിർത്തിയിരിക്കുന്നത് തൂണുകളുടെ സഹായത്തോടെയാണ്. ഇതിപ്പോൾ ഇന്ത്യ നിർമ്മിച്ച ഹൈപ്പർലൂപ്പിന്റെ ടെസ്റ്റിംഗ് ട്രാക്കാണ്. 410 മീറ്ററാണ് ഇതിന്റെ നീളം. ഇതിപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലും പണിയാം, ഭൂഗർഭമായിട്ടും പണിയാം. എങ്ങനെയായാലും ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ഒന്ന് തന്നെയാണ്. ഈ ചിത്രത്തിൽ ട്യൂബിന്റെ പുറത്തായിട്ട് സോളാർ പാനലുകളും സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ഈ പാനലുകൾ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കറണ്ട് നമ്മുടെ ട്രെയിനിന്റെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. ഇതിനെ സാധാരണ രീതിയിലുള്ള ഒരു ട്രെയിനിൽ നിന്നൊന്നും വിളിക്കാൻ കഴിയില്ല. കാരണം ഇതിൽ പ്രത്യേക എഞ്ചിനോ ഒന്നിലധികം ബോഗികളോ ഒന്നും ഘടിപ്പിച്ചിട്ടില്ല. ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ പോഡ് എന്നാണ് ഈ ട്യൂബിനുള്ളിൽ കൂടി ചലിക്കുന്ന വാഹനം അറിയപ്പെടുന്നത്. ഒരൊറ്റ പോഡ് യൂണിറ്റ് മാത്രമേ കാണുകയുള്ളൂ. ഇതിന്റെ ഒരു ഉൾഭാഗം ഏകദേശം ഈ ഒരു മാതൃകയിലാണ്. ഈ ഒരു ട്യൂബിനകത്ത് നമുക്ക് വാക്വം അല്ലെങ്കിൽ എയർ ഇല്ലാത്തൊരവസ്ഥ സൃഷ്ടിക്കണം. അങ്ങനെ വന്നാൽ ഈ ട്യൂബിനകത്ത് എയറിന്റെ റെസിസ്റ്റൻസ് ഇല്ലാതെ വരികയും ഇതിനകത്തൂടെ പോകുന്ന പോഡ് അതിവേഗത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും. മണിക്കൂറിൽ 1200 കിലോമീറ്റർ സ്പീഡൊക്കെയാണ് വാഗ്ദാനം ചെയ്യുന്നത്, അതായത് ശബ്ദത്തിന്റെ വേഗത. ഇനി നമുക്ക് വീണ്ടും ഈ പോഡിന്റെ ഉൾഭാഗത്തിലേക്ക് വരാം. ഇവിടെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, യാത്രക്കാരെ മധ്യഭാഗത്താണ് ഇരുത്തുന്നത്. ഈ 2 സീറ്റ് വീതമുള്ള 14 വരിയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് 28 പേർക്ക് ഒരു പോഡിൽ സഞ്ചരിക്കാം. ഇതിന്റെ മുന്നിലും പിന്നിലുമൊക്കെ യന്ത്രങ്ങളാണ്. ഇനി ഇതിലേക്ക് വരാം. ഇതിന്റെ ഏറ്റവും മുന്നിൽ ഒരു ഇൻലെറ്റ് ഫാൻ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ട്യൂബിലെ എയർ ഉള്ളിലേക്ക് വലിച്ചെടുക്കണം. അപ്പോൾ മാത്രമാണ് വാക്വം സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി ഈ ഫാനൊക്കെ കറങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിന്റെ പ്രവർത്തനം ആദ്യം ആരംഭിക്കുന്നത് ഒരു ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിൽ നിന്നാണ്. ഇതിനുള്ള കറണ്ട് ലഭിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്യൂബിന് പുറത്ത് സോളാർ പാനലുകൾ അടുക്കിയിരിക്കുന്നത്. ഇത് ഈ പോഡിന്റെ പിൻവശത്തുള്ള ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യും. ഇത് വെച്ചിട്ടാണ് ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിനെ പ്രവർത്തിപ്പിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിൽ നിന്ന് വ്യത്യസ്തമാണ് ലീനിയർ ഇൻഡക്ഷൻ മോട്ടോർ. കാരണം സാധാരണ ഇൻഡക്ഷൻ മോട്ടോറുകളിൽ സർക്കുലർ മോഷനാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അതായത് ടോർക്കിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ സ്ക്രൂ മുറുക്കുന്നതൊക്കെ. ഇവിടെ ലീനിയർ ഇൻഡക്ഷൻ മോട്ടോർ ഉൽപ്പാദിപ്പിക്കുന്നത് മുൻപോട്ടുള്ള മൂവ്മെന്റ് ആണ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനത്തിനും ആവശ്യം. അപ്പോൾ ഇവിടെ ഈ ലീനിയർ ഇൻഡക്ഷൻ മോട്ടറിന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ ഫാൻ പ്രവർത്തിക്കുന്നതും എയർ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതും. ഇതിന്റെ ഫലമായി എപ്പോഴും ഈ വാഹനത്തിന്റെ മുൻവശത്ത് വാക്വം സൃഷ്ടിക്കപ്പെടും. എയറിന്റെ ഒരു റെസിസ്റ്റൻസ് ഇല്ലാതെ സ്പീഡിൽ സഞ്ചരിക്കാനുള്ള ഒരു കാരണം ഇതാണ്. ഒരു വസ്തുവിന്റെ സഞ്ചാരത്തിന്റെ വേഗത കുറയ്ക്കുന്ന മറ്റൊരു കാര്യമാണ് ഫ്രിക്ഷൻ അഥവാ കർഷണം. ഭൂമിയുമായി ഒരു കോണ്ടാക്ട് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഫ്രിക്ഷൻ കൊണ്ടുള്ള റെസിസ്റ്റൻസ് റോഡിൽ വളരെ കൂടുതലാണ്. എന്നാൽ റെയിലിന്റെ കാര്യം വരുമ്പോൾ കുറച്ച് കുറയുന്നുണ്ട്, എങ്കിലും പൂർണ്ണമായി ഒഴിവാക്കപ്പെടുന്നില്ല. ഇതിനെ മറികടക്കാനാണ് ഹൈപ്പർലൂപ്പുകൾ മറ്റൊരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. ലെവിറ്റേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിലം തൊടാതെ പറപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എയറിലാകപ്പെട്ട ഈ വസ്തുവിന് ഭൂമിയുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടും. അങ്ങനെ ഫ്രിക്ഷൻ തീരെ ഇല്ലാതെയാകും. ഇവിടെ നമ്മുടെ ഈ പോഡിനെ എടുത്ത് ഉയർത്തി എന്നതിന്റെ അർത്ഥം വളരെ ഉയരത്തിലൊന്നും ഇതിനെ ഉയർത്തില്ല. ഇലോൺ മസ്കിന്റെ ഒരു കണക്കനുസരിച്ച് 0.5 mm മുതൽ 1.5 mm വരെയുള്ള ലെവിറ്റേഷനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ചില കമ്പനികളുടെ കണക്കനുസരിച്ച് കുറച്ച് മില്ലിമീറ്ററും കൂടെയൊക്കെ അധികം പോകാം. ഈ വീഡിയോയിൽ കാണുന്ന രംഗത്തിന് സമാനമായ ഒരു രംഗം ഭരതൻ എഫക്റ്റ് എന്നൊരു മലയാളം ചലച്ചിത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ചിത്രത്തിൽ എവിടെയും ലെവിറ്റേഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എങ്കിലും ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുന്നത് തന്നെ ആ ചിത്രത്തിൽ നിന്നാണ്. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ ലെവിറ്റേഷൻ സാധ്യമാക്കുന്നത് 2 മെത്തേഡുകൾ വഴിയാണ്.
ഒന്നാമത്തേത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ. ഹൈപ്പർലൂപ്പ് പോഡിന്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഈ വാഹനത്തിന്റെ അടിവശത്തായിട്ടും ഗ്ലൈഡിംഗ് ട്രാക്കിന്റെ മുകൾ വശത്തായിട്ടും മാഗ്നറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാഗ്നറ്റുകൾ വെച്ച് അട്രാക്ഷനും സാധ്യമാക്കാം, റിപ്പൽഷനും സാധ്യമാക്കാം. അതായത് ആകർഷണവും വികർഷണവും. മാഗ്നറ്റുകളിൽ ഓപ്പോസിറ്റ് പോളുകൾ തമ്മിൽ വന്നാൽ മാത്രമേ അട്രാക്ഷൻ നടക്കൂ. ഇവിടെ റിപ്പൽഷൻ നടത്താനായിട്ട് ഒരേ പോളുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ റിപ്പൽഷൻ മുഖാന്തരം പോഡ് ഉയർത്തപ്പെടുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഡക്ഷൻ മോട്ടറിലെ കറണ്ട് കടത്തിവിടുമ്പോഴാണ് മാഗ്നറ്റിക് ഫീൽഡുകൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണ മാഗ്നറ്റുകൾക്ക് പകരം സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റുകളാണ്. സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ്സ് ആകുമ്പോൾ റെസിസ്റ്റൻസ് ഒട്ടും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തന്നെ ചൂടുപിടിക്കത്തുമില്ല. ഇങ്ങനെ ഉയർത്തപ്പെടുന്ന ഹൈപ്പർലൂപ്പ് പോഡിന്റെ അടിയിൽ മാത്രമല്ല ഇരുവശങ്ങളിലും മാഗ്നറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലൈഡിംഗ് റെയിലിന്റെ വശങ്ങളിലും. പക്ഷേ ഇവിടെയുള്ളതിന്റെ വ്യത്യാസം ഇവ ഓപ്പോസിറ്റ് പോൾസ് ആണ് എന്നുള്ളതാണ്. അത് ഇരുവശങ്ങളിൽ നിന്നും അട്രാക്ഷൻ കിട്ടാനായിട്ടാണ്. ഇതുവഴി എത്ര സ്പീഡിൽ സഞ്ചരിച്ചാലും സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നില്ല. ഇത്തരത്തിലുള്ള ഈ മാഗ്നറ്റുകളുടെ അറേഞ്ച്മെന്റ് തന്നെയാണ് ഇതിന്റെ ചലനത്തിന്റെ ആക്കം കൂട്ടുന്നതും. പിൻഭാഗത്ത് ഒരേ പോൾസ് വരുന്ന സ്ഥലത്ത് ഒരു തള്ളൽ അനുഭവപ്പെടും. എന്നാൽ മുൻഭാഗത്ത് ഓപ്പോസിറ്റ് പോൾസ് ആയതുകൊണ്ട് തന്നെ അട്രാക്ഷൻ കൊണ്ടുള്ള ഒരു വലിയാണ് അനുഭവപ്പെടുക. ഇങ്ങനെ ലഭിക്കുന്ന ഈ പുഷ് പുൾ എഫക്റ്റ് കൊണ്ട് തന്നെ ഇതിന്റെ സ്പീഡ് ഒന്നുകൂടി വർദ്ധിക്കും. ഇനി ലെവിറ്റേഷൻ സാധ്യമാക്കുന്ന രണ്ടാമത്തെ മെത്തേഡിലേക്ക് വരാം. ഈ രണ്ടാമത്തെ മെത്തേഡാണ് ഇലോൺ മസ്കിന്റെ ഹൈപ്പർലൂപ്പ് ആൽഫ ഉപയോഗിക്കുന്നത്. എയർകാസ്റ്റർ എന്നൊരു വസ്തുവിന്റെ സഹായത്തോടെയാണ് ഇവിടെ ലെവിറ്റേഷൻ നടക്കുന്നത്. ഈ ഒരു ആശയവും ഇലോൺ മസ്കിന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ല. 1963 മുതലേ ഇത് പ്രാബല്യത്തിൽ ഉള്ളതാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേകതരം എയർ ബാഗുകളാണ്. എയർ ബാഗുകൾ എന്ന് പറയുമ്പോൾ നല്ല പ്രഷറൈസ്ഡ് എയറിനെ ഉൾക്കൊള്ളാൻ കഴിവുള്ള എയർ ബാഗുകൾ. തുടക്കത്തിൽ പറഞ്ഞായിരുന്നു എയറിനെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്നതിനെ കുറിച്ച്. ഇങ്ങനെ മുൻഭാഗത്തോടി വലിച്ചെടുക്കുന്ന എയറിനെ കംപ്രസ് ചെയ്ത് പിൻഭാഗത്തോടി പുറന്തള്ളുന്നുണ്ട്. ഇങ്ങനെ പുറന്തള്ളുന്ന എയറിനെ ഗ്ലൈഡിംഗ് ട്രാക്കിന്റെ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള എയർ കാസ്റ്ററിന്റെ ഉള്ളിലേക്ക് കടത്തിവിടും. ഇവിടെ എയർ കാസ്റ്റർ നിറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഔട്ട്ലെറ്റ് വാൽവ് വഴി ഹൈ പ്രഷറിൽ എയർ പുറത്തേക്ക് വിടും. ഇങ്ങനെ ഒരേ സമയം അനേകം എയർ കാസ്റ്ററുകളിൽ നിന്നുള്ള എയർ പുറത്തു വരുമ്പോൾ നമ്മുടെ ഹൈപ്പർലൂപ്പ് പോഡിനടിയിൽ ഒരു ഹൈ പ്രഷർ എയർ ബെഡ് ഫോം ചെയ്യും. ഇതിന്റെ സഹായത്തോടെ 0.5 മില്ലിമീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെ ഈ പോഡ് ഉയർത്തപ്പെടും. ഇതാണ് ഇവിടത്തെ ലെവിറ്റേഷൻ രീതി. എന്നാൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഹൈപ്പർലൂപ്പ് ആദ്യം പറഞ്ഞ പോലെ മാഗ്നറ്റിക് ലെവിറ്റേഷനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ പറയുകയാണെങ്കിൽ ഇതൊരു ഡ്രൈവർ ഇല്ലാതെ പ്രവർത്തിക്കുന്ന വാഹനമാണ്. പിന്നെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലീനിയർ ഇൻഡക്ഷൻ മോട്ടറാണ് ഇതിന്റെ ഒരു ഹൃദയം എന്ന് പറയുന്നത്. ഇതിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുമ്പോൾ വാഹനത്തിന്റെ വേഗതയും കുറയും. സാധാരണ ഏതൊരു വാഹനത്തെയും പോലെ തന്നെ ഇതിലും ബ്രേക്കിംഗ് സിസ്റ്റവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ താരതമ്യേന സുരക്ഷിതമായ ഒരു ഗതാഗത സംവിധാനമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടെ കൂട്ടിയിടിയും പാളം തെറ്റലും ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ ട്രാക്കിൽ ആരും കല്ലെടുത്ത് വയ്ക്കുമെന്നുള്ള പേടിയും വേണ്ട. ലോകത്തിലെ പല ഭാഗങ്ങളിലും ഇതിന്റെ പരീക്ഷണം നടന്നു വരുന്നുണ്ട്. അവയൊക്കെ പല ഘട്ടങ്ങളിലും എത്തിയിട്ടുമുണ്ട്. ഈ ഒരു സാങ്കേതിക വിദ്യയ്ക്ക് എതിരായി പറയുന്നവർ പ്രധാന ആശങ്കയായി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും വേഗത്തിലൊക്കെ മനുഷ്യൻ ഇതിനകത്ത് ഇരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇതുവരെയും 1200 കിലോമീറ്റർ വേഗതയൊന്നും എങ്ങും ഒരു പരീക്ഷണത്തിലും ഇത് ആർജിച്ചിട്ടില്ല. ഒരു 300-350 കിലോമീറ്ററാണ് ഇതിന്റെ ഓപ്പറേഷണൽ സ്പീഡായിട്ട് ഇന്ത്യ പറയുന്നത്. 2022 മനുഷ്യന് വെച്ചിട്ടുള്ള പരീക്ഷണത്തിൽ അമേരിക്കയിൽ 172 കിലോമീറ്റർ പെർ അവർ വരെ സ്പീഡ് ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളും വിജയിച്ചു കഴിഞ്ഞാൽ മുംബൈ പൂനെ റൂട്ടിലും ബംഗളൂരു ചെന്നൈ റൂട്ടിലും ഓടിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൂരങ്ങളൊക്കെ വെറും 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് താണ്ടാനാകും. അങ്ങനെയുള്ള ഒരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.